ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇപ്പോൾ ഏകദേശം ഒരു 4 മണിയായി കാണും. അപ്പോൾ നാളെ ബ്രേക്ക്ഫാസ്റ്റിന് പാലപ്പം ഉണ്ടാക്കുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു 2 കപ്പ് പച്ചരി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് വാഷ് ചെയ്യുക. അപ്പോൾ നന്നായിട്ട് വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒരു 3 മണിക്കൂറിന് ശേഷമാണ് ഇത് നമുക്ക് ഇനി അരച്ചെടുക്കേണ്ടത്. വൈകിട്ട് നമ്മൾ കുറച്ച് ടൈം പുറത്തൊക്കെ ഒന്ന് നടക്കുക, ചെടികളെയൊക്കെ ഒന്ന് നോക്കുക, പിന്നെ ചെടികൾ നനയ്ക്കാനുണ്ടെങ്കിൽ നനച്ചു കൊടുക്കുക. പിന്നെ വളം കുറച്ച് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ഇട്ട് കൊടുക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ. അങ്ങനെ ഒരുപാട് ചെടികളൊന്നുമില്ല കേട്ടോ, കുറച്ച് ചെടികളൊക്കെ ഉള്ളൂ. ഈ ഒരു ചെടി എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. ഇത് നമ്മളിങ്ങനെ വരിവരിക്ക് കുഴിച്ചിട്ടിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ ഇതാ ഞാനങ്ങനെ വരിവരിക്ക് കുഴിച്ചിട്ടിട്ടുണ്ട്. എല്ലാതും പിടിച്ചിട്ടുണ്ട് കേട്ടോ, കുറച്ചുകൂടി വലുതായിട്ട് വരാനുണ്ട്. മോളായിട്ട് കുറച്ച് ടൈം പുറത്തൊക്കെ ഒന്ന് നടക്കും കേട്ടോ. മോൾക്ക് ഒത്തിരി ഇഷ്ടമാണത്. മൂന്ന് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ അരി ഒന്ന് അരച്ചെടുക്കാം. ഇതിലത്തെ വെള്ളമൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാൻ വലിയ ജാറിലാണ് കേട്ടോ അരച്ചെടുക്കുന്നത്, അതുകൊണ്ട് തന്നെ ഒറ്റ തവണ തന്നെ എല്ലാം കൂടി ഇട്ടിട്ട് അരച്ചെടുക്കാൻ പറ്റും. നിങ്ങളുടെ കയ്യിൽ ഇനി ചെറിയ ജാറാണുള്ളതെങ്കിൽ 2 ട്രിപ്പായിട്ടൊക്കെ അരച്ചെടുക്കുക കേട്ടോ. ഇനി ഒരു കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുക, 1 കപ്പ് ചോറ് ചേർത്ത് കൊടുക്കുക, 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒരു 1.25 കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക കേട്ടോ. നന്നായി അരച്ചെടുത്തതിന് ശേഷം ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഇനി മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റിച്ചെടുത്തതിന് ശേഷം അതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടിയിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക. ഇതൊക്കെ രാത്രിയാണ് കേട്ടോ ചെയ്ത് വെക്കുന്നത്. ഇനി ഇത് നാളെ രാവിലെയാണ് നമുക്കിത് ഉണ്ടാക്കി തുടങ്ങേണ്ടത്. രാവിലെയാണ് നമ്മൾ ഇതിലേക്ക് ഇനി ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ തലേ ദിവസം തന്നെ ഇതൊക്കെ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ഇത് അടച്ചു വെച്ചിട്ട് മാറ്റി വെക്കാം. അപ്പോൾ രാവിലെ തന്നെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാവ് ഒന്ന് പൊന്തിയിട്ട് ഒന്ന് താന്നിക്കുകയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൽ നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഇനി ഇത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ പാലപ്പച്ചട്ടി ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു മീഡിയം ചൂടായി കഴിഞ്ഞാൽ നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഒരു 1.5 തവി അല്ലെങ്കിൽ 1.25 തവി നമ്മൾ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം. കുറച്ച് ഹോൾസൊക്കെ വന്നതിന് ശേഷം
ഇനി ഇത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് അടച്ച് വെക്കാം കേട്ടോ. അത് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടുന്നൊരു അപ്പമാണ്. അപ്പം റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ സൈഡ്സൊക്കെ ഒന്ന് വിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇനി ചട്ടകം കൊണ്ടൊന്ന് ജസ്റ്റ് ഇതാക്കി കൊടുത്താൽ അപ്പോൾ പെട്ടെന്ന് തന്നെ കിട്ടും. ഇതിപ്പോൾ ഫസ്റ്റത്തെ ആയ കാരണമാണ് കിട്ടാൻ ഒരു കുറച്ച് ബുദ്ധിമുട്ടുള്ളത്. ഇനി ഒരു 2-3 ഉണ്ടാക്കി കഴിഞ്ഞാൽ ശരിയാവും കേട്ടോ. അപ്പോൾ ഇനി ബാക്കിയുള്ള അപ്പമൊക്കെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കട്ടെ കേട്ടോ. ഈ ഒരു പാലപ്പം ചിക്കൻ കറിയുടെ കൂടെയും ബീഫ് കറിയുടെ കൂടെ, അതുപോലെ തന്നെ മുട്ടക്കറിയുടെ കൂടെ, അതുപോലെ തന്നെ വെജിറ്റബിൾ കറിയുടെ കൂടെ ഒക്കെ നല്ല ടേസ്റ്റാണ്. ഇനി ഒന്നുമില്ലെങ്കിൽ നമ്മുടെ തേങ്ങ ചട്നി ആണെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. പാലപ്പം ഉണ്ടാക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഹൈ ഫ്ലെയിമിൽ ഉണ്ടാക്കാൻ പാടില്ല. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടാൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിം, പിന്നെ ഹോൾസൊക്കെ വന്നതിന് ശേഷം അത് കുക്കാവണ വരെ ഒരു ലോ ഫ്ലെയിമിൽ ചെയ്തെടുത്താൽ മതിയാകും. ഇതിൻ്റെ സൈഡ്സൊക്കെ കുറച്ച് ക്രിസ്പി ആയിട്ടാണ് കേട്ടോ കിട്ടുക. ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കും. ഇനി ഞാൻ പാലപ്പവും തേങ്ങ ചട്നിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ.